അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ നോമ്പ് കഞ്ഞിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇഫ്താറിന് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സ്നാക്സിൻ്റെ റെസിപ്പിയൊന്നും ഇടാത്തതെന്ന്. പേഴ്സണലി എനിക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നതിനോട് തീരെ യോജിപ്പില്ല. ഞാൻ കഴിക്കാറുമില്ല, ഉണ്ടാക്കാറുമില്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും ഷെയർ ചെയ്യാത്തത്. എന്നാൽ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. പച്ചരി വേണമെങ്കിൽ അതിലും ഉണ്ടാക്കാം, പക്ഷേ ജീരകശാല റൈസിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന നോമ്പ് കഞ്ഞി ഇല്ലേ, ജീരകക്കഞ്ഞി, അതുപോലെയല്ല കേട്ടോ. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നതല്ല. ഇത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് കഞ്ഞിയാണ്. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് എൻ്റെ ഉമ്മാമാൻ്റെ കയ്യിൽ നിന്നാണ്. മൂപ്പരാൾ കുറേ കാലം തമിഴ്നാട്ടിലായിരുന്നു ചെറുപ്പകാലത്തിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നോമ്പിൻ്റെ ടൈമിലെന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കും. ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതുപോലൊരു നല്ല കട്ടിയുള്ള കുക്കറോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ളൊരു പാത്രമോ വെക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ആദ്യം ഞാൻ ഓരോന്നിൻ്റെ അളവ് ഇതിൽ ചേർക്കാൻ നേരത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഹോൾ ഗരം മസാലാസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഇതൊക്കെ എല്ലാം കുറച്ച് മതി. ഇതിപ്പോൾ നമ്മൾ ഗ്രാമ്പു ഇവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. പട്ട ഒരു ചെറിയ പീസ്, ഒരു 2 ഏലക്ക, ഒരു ബേ ലീഫ്, പിന്നെ ഒരു നുള്ള് നല്ല ജീരകവും, പിന്നെ കുറച്ച് അതേപോലെ തന്നെ ഒരു നുള്ള് പെരുംജീരകവും. ഇത്രയേ ആവശ്യമുള്ളൂ. കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. വളരെ കുറച്ച് മാത്രം മതി. ഞാനിവിടെ 1/2 കപ്പ് അരിയുടെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. ഗരം മസാലകളെല്ലാം ഇട്ടൊന്ന് വഴറ്റിയ ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ്. ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 മുറി ഉള്ളി. ഞാനിവിടെ കുഞ്ഞുള്ളിയാണ് എടുത്തത്. കുഞ്ഞുള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു 8-10 എണ്ണം. പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മാത്രമേ വേണ്ടുള്ളൂ ഇഞ്ചി ചതച്ചത്, ഒരു തക്കാളിയുടെ പകുതി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് ഇതും നന്നായിട്ടൊന്ന് ഈ നെയ്യിൽ കിടന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയും പുതിനയിലയാണ്. ഇതൊരു പിടി മല്ലിയിലയും പുതിനയിലയും. ഇതിന് പ്രത്യേകിച്ച് കണക്കില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറക്കാം. നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു കൈപ്പിടി ചേർക്കാം. ഇതുകൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അരിയാണ്. അരി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ 1/2 കപ്പ് നേരിയ അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി അരി ഉണ്ടല്ലോ, ജീരകശാല, അതാണ് എടുത്തത്. ബസ്മതി റൈസ് വേണമെങ്കിൽ അതെടുക്കാം, പച്ചരി വേണമെങ്കിൽ അതും എടുക്കാം. എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ജീരകശാല ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അരിയും കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് വറുക്കുക. അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് ചെറുപയർ പരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും. രണ്ടും കൂടെ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 15 മിനിറ്റ് നേരം കുതിർത്ത് വെക്കുക. ആ കുതിർത്ത് വെച്ച് എടുത്തതാണ് ഇത്. ഇതും കൂടെ ഇതിലേക്ക് ചേർക്കുക. 1/4 കപ്പ് മാത്രം മതി ചെറുപയർ പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും. ഇനി നന്നായിട്ട് ഇതും കൂടെ ഇട്ട് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ്. 1/2 ടേബിൾ സ്പൂൺ ഉലുവ. 1/2 ടേബിൾ സ്പൂൺ ഉലുവ നന്നായിട്ട് കഴുകി ഈ പറയുന്ന പോലെ തന്നെ ഒരു 15 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചതാണത്. അതും കൂടെ ചേർത്ത് കുറച്ച് നേരം വഴറ്റുക. പിന്നെ ചേർക്കുന്നത് ഒരു 2 പീസ് മട്ടനാണ്, ചെറിയ പീസ് മട്ടനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം. ഇനിയിപ്പം മീറ്റൊന്നും ഇടാൻ ഇഷ്ടമല്ല എന്നാണെങ്കിൽ ഇതൊന്നും ഇടണ്ട. നിങ്ങൾക്ക് സാധാ പോലെ വെറുതെ ഉണ്ടാക്കിയാൽ മതി. കുറച്ച് ക്യാരറ്റോ അല്ലെങ്കിൽ ബീൻസോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. എങ്ങനെയാണെങ്കിലും ഇത് നല്ല രസമായിരിക്കും കഴിക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പാണ് അരി എടുത്തത്. അതിന് ഞാനിവിടെ ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2.5 മുതൽ 3.5 കപ്പോളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വെള്ളം വേണം, എന്നാലേ നന്നായിട്ടത് വെന്ത് കിട്ടുള്ളൂ. ഇനി ഒരു കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആദ്യത്തെ വിസിൽ പോയ ശേഷം ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 20-25 മിനിറ്റ് വരെ വെക്കുക.
അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വെന്ത് കിട്ടും. ഇവിടെ ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കാൻ നേരത്ത് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1 കപ്പോളം തിളച്ച വെള്ളം ചേർത്തതാണ്. അപ്പോൾ നിങ്ങൾക്കതുപോലെ ചേർക്കാം. എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് നല്ല തിളച്ച വെള്ളം ചേർക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1-ാം പാല്. ഇതൊരു 1/2 മുതൽ 3/4 കപ്പ് വരെ ഉണ്ട്. അത്രയും നമുക്ക് ചേർക്കാം. ഇതോടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കുക. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാൻ നേരത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നല്ല ലൂസ് വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. കട്ടിയിലാണ് വേണമെന്നുള്ളതെങ്കിൽ അതുപോലെ ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കുടിക്കാൻ നേരത്ത് കുറച്ചുകൂടെ എരിവ് വേണമെന്ന് തോന്നുന്നവരാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. ഇഫ്താർ ടൈമിൽ കുടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.